ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഈ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ലോൺ കൊടുത്ത ഒരു ആപ്ലിക്കേഷനാണ് ഗ്രോമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഞാൻ 2-3 ദിവസം കൊണ്ട് എൻ്റെ വീഡിയോസ് ചെയ്യുകയാണ്. നല്ല റെസ്പോൺസാണ് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും നിങ്ങളുടെ സിബിൽ ബേസ് ചെയ്ത് ഒരുപാട് ലോൺസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവരുടെ കിട്ടിയ ആൾക്കാരുടെ പേരും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തെളിവോട് തന്നെ പറയുന്നതാണ്. പിന്നെ അതിനു മുമ്പ് ഒരു ചെറിയ ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മൾ എന്താ പറയുന്നത്, ഈ ലോൺ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തു കിട്ടിയില്ല, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തു, അങ്ങനെ 5ഉം 6ഉം വരെ ചെയ്തു കിട്ടിയില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മുടെ സിബിൽ ഡൗൺ ആവും. ഒരു 6-7 എൻക്വയറീസ് ഒക്കെ വരികയാണെങ്കിൽ പിന്നെ ഒരു കമ്പനി നമുക്ക് ലോൺ തരികയില്ല. ഒരു മാസത്തിൽ അവരുടെ ആ ഒരു സിബിൽ മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നതാണ്, ഒരു 6-ൽ കൂടുതലോ 7-ൽ കൂടുതലോ എൻക്വയറീസ് വരികയാണെങ്കിൽ അവർ ചെയ്യില്ല. നിങ്ങൾ അർജൻറ്റായിട്ടൊരു ലോണിന് പോവുകയാണെങ്കിൽ കിട്ടില്ല. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം മെയിനായിട്ടുള്ളപ്പോൾ ഗ്രോമോ, ബ്രാഞ്ച്, സെറ്റ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ബി, നാവി, സ്റ്റാഷ് ഫിൻ, മണി വ്യൂ, പിന്നെ നമ്മുടെ ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, ഇതെല്ലാം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യാൻ പോകണ്ട. കാരണം എന്തോ ഇഷ്യൂ ആണ് അവിടെ കാരണം. ഒന്നുകിൽ സിബിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റീപേയ്മെൻറ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ എൻക്വയറീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ഏരിയ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കാരണം. വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോയി തല വെച്ച് കൊടുത്ത് നിങ്ങളുടെ സിബിൽ ദയവ് ചെയ്ത് കുറയ്ക്കരുത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ തന്നെ 2.93 ലക്ഷം രൂപ സാലറി കിട്ടിയ ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹത്തിൻ്റെ പേര് അജയ് കൃഷ്ണ വാരിജാക്ഷൻ സജിനി എന്നാണ്. അപ്പോൾ ഇത് നോർമലി നമുക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ ആ നമ്പർ ഹൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലോൺ ഡിസ്ബേഴ്സ് ആയിട്ടുണ്ട്. ഗ്രോമോയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഏകദേശം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലോൺ കിട്ടുന്ന എല്ലാവരെയും വിളിച്ചൊരു സർവേ പോലെ ചോദിക്കും, എത്ര ലക്ഷം രൂപ കിട്ടി, നിങ്ങൾ സാലറിയിലാണോ, നോൺ സാലറിയിലാണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ചാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിനാണ് 2.93 lakhs കിട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സാലറിയിലാണെന്ന് ചോദിച്ചു, സാലറിയിലാണെന്നും പറഞ്ഞു. അപ്പോൾ 25,000, 50,000, 1 ലക്ഷം രൂപ കിട്ടിയവരെല്ലാം നിങ്ങൾ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഫോൺ നമ്പറൊന്നും അല്ലാതെ നിങ്ങളുടെ പേര്, കിട്ടിയ എമൗണ്ട്, അങ്ങനെ കാര്യങ്ങൾ, ഏത് ആപ്പിൽ നിന്നാണെന്ന്, പേരും ആവശ്യമില്ല, നിങ്ങൾ ഏത് ആപ്പിൽ നിന്നാണ്, എത്ര രൂപയാണെന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് മെൻഷൻ ചെയ്യുക. അത് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് ആവും. ഓക്കെ. അപ്പോൾ എല്ലാവരോടും കഴിഞ്ഞ തവണ പറഞ്ഞ അതേ റിക്വസ്റ്റ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ചില ആൾക്കാർ ഇതൊന്നും വായിച്ച് നോക്കാതെ ഇത് താഴെ ഉണ്ടോ, നൈം, ഫോൺ, ഇമെയിൽ, സെലക്ട് പ്രോഡക്റ്റ്, ഇത് ഇൻഷുറൻസിൻ്റെയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ വെറുതെ അത് ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെയും വിളിച്ചുകൊണ്ടേയിരിക്കും അവിടുത്തെ ടെലികോളേഴ്സ്, എന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാനിടുന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ മുകളിൽ കൊടുത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക, ഏറ്റവും മുകളിലായിട്ട്. പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, കിവി, ആക്സിസ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ്, IDFC കാർഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഡിമാൻഡ് അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒലീവിൻ്റെ നമുക്ക് സാലറി ഇല്ലാതെയും കിട്ടും, അതുപോലെ തന്നെ സാലറി ഉള്ളവർക്കും കിട്ടും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് OTP കൊടുത്തും വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഇൻഷുറൻസ് ആവശ്യമുള്ളവർ അവിടെ പോയി അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും. കാരണം ഒരുപാട് എൻക്വയറീസ് എന്താ പറയുക, ചെല്ലാൻ ചെക്കിങ്, നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ചെക്ക് ചെയ്ത് ചെല്ലാനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പോൾ അതൊന്നും നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കിപ്പോൾ കോൾ വരികയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കോൾ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ വേണമെങ്കിൽ ഈ സെഷനിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുക. കാരണം അതിന് മുമ്പ് ഞാൻ ഒരു 2 ദിവസം മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഞാൻ കാണിച്ചു തരാം. സാലറി ഓൺ ടൈം എന്നൊരു പേഴ്സണൽ ലോണിനെ കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് സാലറി ഇല്ലാതെയും സാലറി മീൻസ് ഉള്ളവർക്ക് ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം 534 ഒറ്റയടിക്ക്. അവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ലീഡ് ഒരുമിച്ച് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ സൈറ്റ് എന്താ പറയുക ഡൗൺ ആയി, അത് സ്റ്റക്കായി. അതുകൊണ്ടാണ് ഇത്രയും വെരിഫിക്കേഷൻ ടൈം എടുക്കുന്നത്. നിങ്ങളുടെ എല്ലാം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരെണ്ണമേ വെരിഫൈ ആയിട്ടുള്ളൂ. മീൻസ് പെൻഡിങ് ലീഡ്സ് 1 പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇനി എല്ലാം ലീഡ്സ് അവർ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു അർജൻറ്റ് ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മൾ 2 ദിവസം മുമ്പ് ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ചെയ്തിരുന്നു, എന്താ പറയുന്നത്, സാലറി ഓൺ ടൈം. അപ്പോൾ അത് അവിടെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു സൈറ്റ്
സൈറ്റിൽ നിന്നും ഒരുപാട് ലോഡ് അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേക ആ ഒരു ടൈമിൽ ഇത്രയും പേര് ഒരുമിച്ച് ലോൺ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ അവർ സൈറ്റ് ഡൗൺ ആക്കിയിട്ടിരിക്കുകയാണ്. അത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നാളത്തോടുകൂടി അതിൻ്റെ വെരിഫിക്കേഷനെല്ലാം കഴിയും, ക്ലിയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഏകദേശം വന്നിട്ട് ആ ദിവസം തന്നെ 535 ലീഡ്സാണ് അവർക്ക് ചെന്നിരിക്കുന്നത്. 535 600 കൂടുതൽ ചെന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല എനിക്ക്. അതിൽ ഒരെണ്ണമാണ് അവർ വെരിഫൈ ആയിരിക്കുന്നത്. നമുക്ക് വെരിഫൈ ആയിരിക്കുന്നത് ഏതെന്ന് നോക്കാം. ബജാജിൻ്റെ ഒരാൾക്കൊരു എന്താ പറയുന്നത് മീൻസ് സനിൽ എന്ന് പറഞ്ഞ കസ്റ്റമറിന് ബജാജിൻ്റെ ഒരു EMI കാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് വെരിഫൈ ആയിരിക്കുന്നത്. ബാക്കി ആരും പേടിക്കണം. കാരണം എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സാറേ എനിക്ക് ഞാനൊന്ന് പറഞ്ഞല്ലോ 400 സിബിൽ സ്കോർ മതി. പക്ഷേ അവർ 400 സിബിൽ സ്കോറിൽ 30,000 രൂപയാണ് സാലറി ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നോർമലി നിങ്ങൾക്ക് സാലറി ഇല്ലാത്ത ടീമാണെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ആവറേജ് സിബിൽ സ്കോർ 675 വേണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി, വളരെ ക്ഷമിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ അതിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്നോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ചോദിച്ചു, കാരണം ഒരുപാട് പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോഴും എന്നോട് ചോദ്യം വരികയാണ്, റിക്വസ്റ്റ് വരികയാണ്, ഇത് ഡിലേ വരുന്നുണ്ട് 3-4 ദിവസമായി. അപ്പോൾ ഇതാണ് കാരണം ഒരു സൈറ്റിൽ നിന്ന് ഇത്രയും ലോഡ് വരുമ്പോൾ അവർ വിചാരിക്കുന്ന ഈ ബോട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ആരോ എന്തോ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നാളും കൂടി അതെല്ലാം ക്ലിയർ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ ചോദിക്കാം. ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾ വാട്സപ്പിൽ മാക്സിമം മെസ്സേജ് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് എടുക്കാൻ കഴിയില്ല. മാക്സിമം എനിക്ക് ഓഫീസിലായിരിക്കും, അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗ്രോമോ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ലോൺ കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ, 25,000 രൂപ, 2 ലക്ഷം രൂപയൊക്കെ കിട്ടിയത് 2.94, 3 കിട്ടിയത് സാലറി ഉള്ളവർക്കാണ് കേട്ടോ. സാലറി ഇല്ലാത്തവർക്ക് അത്രയൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻകൽ ഫിനാൻസ് അത് 2,94,000 കിട്ടിയത് വളരെ സിമ്പിളായിട്ട് കിട്ടിയത് അദ്ദേഹത്തിന് ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്നാണ്. വളരെ സിമ്പിളായിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു. അധികം വെരിഫിക്കേഷനും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അർജൻറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സാലറി കിട്ടണം. അതായത് സാലറി ഉള്ളവർ, ഒരു 15 രൂപ സാലറി ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുത്ത് OTP വന്ന് സാലറി മറ്റ് കാര്യങ്ങളും സാലറി സ്ലിപ്പ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അന്ന് കൊടുത്താൽ അന്ന് തന്നെ നിങ്ങളുടെ ലോൺ ഡിസ്പേഴ്സ് ആകും. ഇത് ഞാൻ ഷോർട്ട് ടൈം ഈ ഒരു മണിയല്ല പറയുന്നത്. 5,000 ട്രൂ ബാലൻസ് പോലെ 5,000 7,000 രൂപ അല്ല പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ നമ്മുടെ സാലറി സ്ലിപ്പും മറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ 2-3 ദിവസമാകും. ഇത് ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിൽ തന്നെ ആ ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഡിസ്ബേഴ്സ് ആകും. അപ്പോൾ നല്ല ആപ്ലിക്കേഷനാണ് ഈ ഗ്രോമോയും അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു പിക് മൈ വർക്ക് അല്ലെങ്കിൽ എന്താ പറയുക സാലറി ഓൺ ടൈമും. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.